തൃശൂർ മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്ന് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കിണറുകൾ ഉൾപ്പെടെ മലിനമാകുന്ന സാഹചര്യമാണുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ഹോളി ഗ്രേസ് അക്കാദമി അധികൃതരുടെ വിശദീകരണം. അതായത് ഞങ്ങളുടെ അപ്പുറത്തൊരു തോടുണ്ട്, അതായത് ഈ പാടത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങളുടെ അതിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ഈ ഹോളി ഗ്രേസുകാർ അവിടുന്ന് കക്കൂസിൻ്റെ മാലിന്യം കംപ്ലീറ്റ് അതിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വരാത്ത സമയമാണ്. എന്നാലും ഇവരെ ഈ കക്കൂസ് വെള്ളമാണ് ഇപ്പോൾ പോണത്, വേറെ വെള്ളമൊന്നുമില്ല. ഈ കക്കൂസ് മാലിന്യം ഹോളി ഗ്രേസിൻ്റെ മുഴുവനും വരുന്നത് ഈ കുന്നത്ത് പാടം പൊതു തോട്ടിലേക്കാണ്. ആ തോട്ടിലേക്ക് വന്ന് ഇവിടെയുള്ള ഈ പശുക്കളും ഇവറ്റങ്ങളും കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ ഇതെല്ലാം ചേർന്ന് അവറ്റങ്ങൾക്കെല്ലാം അസുഖം പിടിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത്. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, ഗുരുതരമായ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് എന്നുള്ളതാണ് അക്കാദമിയുടെ വിശദീകരണം. എന്താണ്? അനുജ, കുറച്ചു കാലമായി ഇത്തരത്തിൽ ഈ തോട്ടിലൂടെ ഈ ടോയ്ലറ്റ് വേസ്റ്റ് അടക്കം ഒഴുക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുത്തതോടുകൂടി തോട്ടിൽ നിന്ന് ഈ വെള്ളം നീരായി ഒലിച്ചിറങ്ങി ഈ കിണറുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതോടുകൂടി കിണറ്റിലെ വെള്ളം അടക്കം മലിനമായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകിയ കുട്ടികൾക്കടക്കം ഈ ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കിണറുകളും മലിനമായിരിക്കുന്നത്. കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ വാർഡ്, അതായത് മാള ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബിന്ദു ബാബുവിന്റെ സ്വന്തം വാർഡാണ്. പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് നേരത്തെ ഇതേക്കുറിച്ച് പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതിയും വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് മാള ഹോളി ഗ്രേസ് അക്കാദമി അധികൃതരോടും നമ്മൾ വിശദീകരണം തേടിയിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഇതേക്കുറിച്ച് ഒരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, തങ്ങളത് പരിശോധിക്കാം എന്ന് പറയുകയാണ് അവരും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അനുജ, ഇതിൽ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഹോളി ഗ്രേസ് അക്കാദമിയിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി ഉണ്ടായിരുന്ന സംവിധാനം, അത് ഒരു വർഷമായി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ഒരു വർഷമായി ഇത് പ്രവർത്തിക്കുന്നില്ല. അതോടുകൂടിയാണ് ഈ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കി തുടങ്ങിയതെന്നുള്ള ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന അനുജ. തൃശൂർ ഹോളി ഗ്രേസ് അക്കാദമിക്കെതിരെയാണ് നാട്ടുകാരുടെ പരാതി.